രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് തടഞ്ഞിരിക്കുകയാണ് ഹൈക്കോടതി. രാഹുലിന് നേരിയ ആശ്വാസമാണ് ഇപ്പോൾ ലഭിച്ചത്. എന്നാൽ ആദ്യത്തെ കേസിലാണ് രാഹുലിന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിരിക്കുന്നത്. മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചുകൊണ്ടാണ് കോടതിയുടെ ഈ നിർദ്ദേശം വന്നിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റും നിലവിലെ പാലക്കാട് എംഎൽഎയുമായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക പീഡന ആരോപണങ്ങൾ ഉയർന്നതോടെയാണ് ഈ വിഷയത്തിന്റെ വിവാദങ്ങൾക്ക് തുടക്കമായത്. എന്നാൽ അതിൽ മുന്നും പിന്നും നോക്കാതെ കോൺഗ്രസ് നടപടിയും എടുത്തിരുന്നു. കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും രാഹുലിനെ പുറത്താക്കിയിരുന്നു. ഏറ്റവും പ്രമുഖനായ ഒരു നേതാവായിരുന്നിട്ട് പോലും പൊതുസമൂഹത്തിൽ ആശങ്ക നിലനിൽക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ തന്നെ പാർട്ടി പെട്ടെന്ന് തന്നെ നടപടിയെടുക്കുകയായിരുന്നു. അതുപോലെ തന്നെ പരാതിക്കാരിയുടെ രേഖാമൂലമുള്ള പരാതി, അതായത് ഇമെയിൽ ലഭിച്ചപ്പോൾ തന്നെ കോൺഗ്രസ് നേതൃത്വം അത് പോലീസിന് കൈമാറുകയും അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. തെറ്റ് ചെയ്ത ആരും ശിക്ഷിക്കപ്പെടണമെന്നും നിയമമാണ് ഏറ്റവും പ്രധാനമെന്നും കോൺഗ്രസ് നേതാവ് ചാണ്ടിയുമ്മൻ വ്യക്തമാക്കുകയുണ്ടായി. ചാണ്ടിയുമ്മനെ പോലെ കോൺഗ്രസ് നേതാക്കൾ പലരും ഇതിനെതിരെ പ്രതികരിച്ച് രംഗത്ത് വന്നിരുന്നു. അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തെ അനുകൂലിച്ചുകൊണ്ടും മറ്റു നേതാക്കളും പൊതുജനങ്ങളും രംഗത്ത് വന്നത് നമ്മൾ കണ്ടതാണ്. എന്തായാലും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിലവിൽ 2 കേസുകളാണുള്ളത്. അതിൽ ഒന്നാമത്തേത് കേസിൽ രാഹുൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച ഹൈക്കോടതി രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് താൽക്കാലികമായി തടഞ്ഞിരിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. എന്നാൽ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ബലാത്സംഗ കുറ്റം ആരോപിക്കപ്പെടുന്ന ഗുരുതരമായ മറ്റൊരു പരാതിയാണ്. ഈ കേസ് അന്വേഷിക്കുന്നതിനായി പ്രത്യേക അന്വേഷണ സംഘം, അതായത് SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നിലവിലുണ്ട്. എന്തായാലും രണ്ടാമത്തെ കേസിന്റെ അടിസ്ഥാനത്തിൽ അതിജീവിതയുടെ നേരിട്ടുള്ള മൊഴിയോ രഹസ്യമൊഴിയോ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. ഇത് പൂർത്തിയാക്കാത്തിടത്തോളം ഈ FIRന്റെ അടിസ്ഥാനത്തിൽ ഉടൻ അറസ്റ്റ് നടപടികളിലേക്ക് പോകാൻ പോലീസിന് നിലവിൽ കഴിയില്ല. അതിജീവിതയുടെ മൊഴി നിയമപരമായി രേഖപ്പെടുത്തുന്നതോടെ കേസ് കൂടുതൽ ശക്തമാവുകയും രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുകയും ചെയ്തേക്കാം. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. എന്തായാലും അടുത്തത് എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് കണ്ടറിയാം.